അപ്പൊ ഇന്ന് നമ്മൾ തീർത്ഥയാത്രയുടെ നമ്മൾ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ, അല്ലെങ്കിൽ ഗത്സമനി മുതൽ കാൽവരി വരെയുള്ള തീർത്ഥയാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ 33-ാം ദിനത്തില് ഈശോയുടെ 33-ാം വയസ്സ് അതിലെത്തിയിരിക്കുമ്പോൾ അതിന് എനിക്ക് തന്നിരിക്കുന്ന വിചിന്തനത്തിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വിഷയം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യമാണ്. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അമ്മയുടെ കരങ്ങളിലേക്ക്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ പറ്റിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയും വിലപിക്കേണ്ട കാലം ഈശോ അന്നേ മുൻകൂട്ടി തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കനിവായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഓരോ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു ചെറിയൊരു പാട്ട് 4 വരി ഒന്ന് പാടുവാണ്. നമ്മുടെ ഈ തീർത്ഥയാത്രയോടനുബന്ധിച്ച് തന്നെ. ഗാഗുൽത്താമലയേറും തീർത്ഥയാത്രികർ പാപപരിഹാരം ചെയ്തു നീങ്ങും ദൈവമക്കൾ നാം. ഗാഗുൽത്താമലയേറും തീർത്ഥയാത്രികർ പാപപരിഹാരം ചെയ്തു നീങ്ങും ദൈവമക്കൾ നാം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി ഈ വഴിയെ സ്വന്തം കുരിശുമായി ദൈവപുത്രനെ അനുഗമിച്ചിടാം. ഗാഗുൽത്താമലയേറും തീർത്ഥയാത്രികർ പാപപരിഹാരം ചെയ്തു നീങ്ങും ദൈവമക്കൾ നാം. നമ്മള് യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയിലാണ്. യേശു നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വിളി അനുസരിച്ച് യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈശോ പറയുന്നുണ്ട്, മക്കളെ, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ നിങ്ങളെയും ഓർത്ത് കരയുവൻ. 8-ാം സ്ഥലത്ത് നമ്മളിപ്പോൾ കുരിശിന്റെ വഴി നടത്തിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. 8-ാം സ്ഥലത്ത് ഈശോ ആ ജെറുസലേം പുത്രിമാരോട് പറയുന്നത്, അന്ന് ഈശോ പറഞ്ഞത് ജെറുസലേമിന് സംഭവിക്കാനിരിക്കുന്ന ആ അധപതനത്തെ പറ്റിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ഈശോ പറയുന്നത് ഇത് തന്നെയല്ലേ, മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവൻ. ഇന്നത്തെ ഓരോ നിമിഷവും നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അത് തന്നെ. ഈശോ എന്തുകൊണ്ടാണ് അന്ന് അത് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ജീവിതകാലത്ത് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ആ ഓരോ തീർത്ഥയാത്രയിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ തീർത്ഥയാത്രയിൽ നാം സഞ്ചരിക്കുമ്പോൾ നാം കാണുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, നമ്മുടെ ചുറ്റും ഈ ലോകത്തിൽ എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം കാണുന്നുണ്ട്. ഇത് നമ്മളിപ്പോ ഈ തീർത്ഥയാത്രയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ കേട്ടപ്പോഴെല്ലാം ഞാൻ കേട്ടത് സഹനത്തെ പറ്റിയാണ് പറയുന്നത്. സഹനം, ഓരോ വിഷയം പറയുമ്പോഴും ആ വിഷയത്തിലെല്ലാം സഹനം ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതും ഒരു സഹനം തന്നെ അല്ലെ. നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മൾ കരയുമ്പോൾ എല്ലാം അതൊരു സഹനം തന്നെയാണ്. ആ സഹനത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഈശോ സങ്കീർത്തനം 56:6 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചുണ്ട്. ഇന്ന് നമ്മുടെ മാതാപിതാക്കളിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ കണ്ണീര് അല്ലെങ്കിൽ വേദന എന്തിനെ കുറിച്ചാണ്? മാതാപിതാക്കളുടെ അലച്ചിലുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മക്കളെ കുറിച്ചല്ലേ? നമുക്കാരെങ്കിലും അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മക്കളെ വളർത്തണം. അവര് വലുതാകുന്നത് നോക്കി, അവർ ജനിക്കുമ്പോൾ മുതൽ അപ്പനും അമ്മയും നോക്കുന്നത് എന്താ? അവരുടെ കൈയും കാലും വളരുന്നത് നോക്കി അവരെ ഏതൊരു നിലയിലാക്കി തീർക്കണം എന്നുള്ള ഒരലച്ചിലൂടെ മാതാപിതാക്കൾ നടക്കുകയാണ്. പക്ഷെ ഇന്ന് ആ മക്കളെ ഓർത്തുകൊണ്ട് വിലപിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ കാണാം. നമ്മുടെ മക്കളെ ഓർത്ത് വിലപിക്കുന്നവർ ചിലപ്പോൾ അവരുടെ ദുശ്ശീലങ്ങള്, ചിലപ്പോൾ ഇത് മറ്റു പല ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഓരോ വീഴ്ചകളിലേക്കും പോയിട്ടുള്ള മക്കളെ പറ്റി കരയുന്ന അമ്മമാർ എത്രയോ പേരാണുള്ളത്. നമുക്ക്
നമ്മുടെ ലൂക്കാ സുവിശേഷത്തിൽ തന്നെ കാണാൻ പറ്റും. ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അമ്മ തന്റെ കുഞ്ഞിനെ ഈശോയെ കാണാതാകുമ്പോൾ മാതാവ് ഈശോയോട് പറയുന്നുണ്ട്, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന്. അവിടെ അപ്പന്റെയും അമ്മയുടെയും വിഷമമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈശോ അവിടെ അപ്പനെ മാറ്റി നിർത്തുന്നില്ല, അല്ലെ? പിതാവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് നോക്കുമ്പോൾ കാണാം, പിതാക്കന്മാർ ഒരിക്കലും അവരുടെ വേദന ആരെയും കാണിക്കാറില്ല, അല്ലെ? പിതാക്കന്മാർ അവിടെ ഉള്ളവരൊക്കെ ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ വേദന നിങ്ങൾ എപ്പോഴും ഉള്ളില് അടിച്ചമർത്തി അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കാണിക്കാതെ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഉള്ളും ഇതുപോലെ തന്നെ അമ്മമാരെ പോലെ തന്നെ നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്ന അനേകം മക്കള്, മീഡിയയ്ക്ക് അടിപ്പെട്ട് കഴിയുന്ന മക്കള്, ഈ പ്രത്യേകിച്ചും ഇപ്പോൾ യുവതലമുറയിലുള്ളൊരു കണ്ടുമുട്ടുന്ന ഒരു ഇതാണ് വിവാഹം വേണ്ട എന്ന ഒരു ഇത്. ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട, സമയമായിട്ടില്ല. ഞാൻ എൻ്റെ ആങ്ങളയുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ചു, എൻ്റെ ഒരു നാത്തു മരിച്ചു. അപ്പൊ ആങ്ങള നേരത്തെ മരിച്ചതാണ്. അവിടുത്തെ 4ാമത്തെ ഇളയ മകള് കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൾക്ക് 28 വയസ്സായി. അവള് പോലും പറഞ്ഞതാണ്, എനിക്കിപ്പോ കല്യാണം വേണ്ട ആന്റി, എനിക്ക് സമയമായിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ദേവുളിക്ക് പോരാൻ താല്പര്യം എന്റെ കൂടെ പോരെ? അപ്പൊ എനിക്ക് അതിനുള്ള വിളിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ മറുപടികൾ. അപ്പൊ അതിന് മാതാപിതാക്കൾക്ക് ഒന്നും പറയാനില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്താ പറയണേന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എത്രയോ മാതാപിതാക്കൾ അതിനു വേണ്ടിയിട്ട് വിഷമിക്കുന്നു. അതുപോലെ ഗെയിം മാരേജ്, എത്രയോ പേര് അങ്ങനെ പോയി. അതും എനിക്ക് അറിയാവുന്നവരുണ്ട്. ഗെയിം മാരേജ് മൂലം വിഷമിച്ചിട്ടുള്ള മാതാപിതാക്കള്, അവരുടെ കണ്ണീര്, അവരിപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ മകൻ തിരിച്ചു വരും അല്ലെങ്കിൽ മകള് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മള് മുട്ടുകുത്തി കണ്ണീര് വീഴ്ത്തി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഒത്തിരി അമ്മമാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. ദേവാലയങ്ങളിൽ പോയി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരുന്ന് ആരുമില്ലാത്തപ്പോൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിലിരുന്ന് കുത്തിയിരുന്ന് കരയുന്ന മാതാപിതാക്കൾ എത്രയോ പേരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. ഈ മദ്യവും മയക്കുമരുന്ന് മൂലം വിഷമിക്കുന്നവര്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നത്, ഒരമ്മ തന്റെ സ്വന്തം മകനെ പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുന്ന കാര്യം സംഭവിച്ചത്. നിങ്ങൾ ചിലപ്പോൾ വാർത്ത കേട്ട് കാണും. അതും എന്തുകൊണ്ടായിരുന്നു? ഡ്രഗ് അഡിക്റ്റ്. കാരണം മകൻ വീട്ടിൽ വന്നാൽ അമ്മയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം അവൻ എപ്പോഴാണ് ആക്രമിക്കുക എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് അമ്മയ്ക്ക് രാത്രി കിടന്നുറങ്ങാൻ പേടി, പകല് വീട്ടിലിരിക്കാൻ പേടി. ഇങ്ങനെ അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ആ അമ്മ സ്വന്തം മകനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക. അത് എത്രയോ മനോവേദന നൽകുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എല്ലാം മൂലകാരണം എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം ഈ മൂലകാരണം എല്ലാം വരുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയല്ലേ? കാരണം ചെറുപ്പത്തിലെ പണ്ട് കാലങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ കാരണന്മാര് പറയുന്നതിലപ്പുറം ഒരു അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാറില്ല. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. അല്ലെങ്കിൽ നീ അവിടെ പോകേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അല്ലെങ്കിൽ അത് വേണമെന്ന് പറയുമ്പോൾ അത് നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കാരണന്മാരോട് അവരെന്ത് ചോദിച്ചാലും മക്കൾ ചോദിക്കുന്ന അപ്പോൾ തന്നെ നേടിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് ഒത്തിരി ഈ മക്കളെ ദുശീലങ്ങളിലേക്കും വഴിയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുട്ടയിലെ ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അവരെ പഠിപ്പിക്കുന്നതായിരിക്കും അവർ വളർന്നു വരുമ്പോഴും നമ്മളിലേക്ക് കാണിക്കുക. 2 മക്കബായർക്ക് എഴുതിയ മക്കബായരുടെ പുസ്തകത്തില് 7ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരമ്മയെയും 7 മക്കളെയും കുറിച്ച്. അതായത് ദൈവത്തെ നിഷേധിച്ചു പറയുവാൻ വേണ്ടി രാജാവ് അവരോട് കൽപ്പിക്കുമ്പോഴും അവര് അതിനെ നിരസിക്കാതിരിക്കുന്നവര്. അതുപോലെ തന്നെ അത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം, പന്നിയിറച്ചി തിന്നാൻ അവരെ നിർബന്ധിച്ചിട്ട് അവർ കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അവരെയെല്ലാം ആ 7 മക്കളെയും നിഷ്ഠൂരമായിട്ട് ആ രാജാവ് വധിക്കുന്നുണ്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ. അപ്പോഴെല്ലാം ഓരോ മക്കളെയും വധിക്കുമ്പോഴും അമ്മ ആ മക്കൾക്ക് പ്രചോദനവും ധൈര്യവും നൽകിക്കൊണ്ടിരുന്നു കർത്താവിനെ തള്ളി പറയാതിരിക്കുവാനായിട്ട്. അപ്പോൾ ഈ ശീലം നമ്മുടെ കുടുംബത്തില് നമ്മളിപ്പോഴും ദൈവത്തിലേക്കുള്ള ആ ആത്മാർത്ഥത വളർത്തിയെടുത്താലാണ് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഇന്നത്തെ തലമുറയിൽ ആ ദൈവത്തോടുള്ള സ്നേഹവും ഇതും ആഴപ്പെടുവാൻ സാധിക്കുകയുള്ളൂ.
ആ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ മറ്റുള്ളവരെയും അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാലത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സങ്കീർത്തനം 55 അധ്യായം 22 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാന്മാർ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്ന്. അതെ. അപ്പോൾ നമ്മുടെ ഈ ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവാനായിട്ട് ഈശോ പറയുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈശോ ആ കാൽവരി മലയിലേക്ക് ആ കുരിശും ചുമന്നുകൊണ്ട് യാത്രയായത്. നമ്മുടെ ഓരോരുത്തരുടെയും ഭാരം ചുമന്നുകൊണ്ട്. അപ്പോൾ നാം ഇപ്പോൾ മിക്കവാറും ചെയ്യാറ് നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരവസ്ഥ, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥ, അവിടെ പോകുന്നു, ആ ധ്യാനകേന്ദ്രം, ഈ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞ് പലയിടത്തും ഓടിപ്പോയിക്കൊണ്ട് അതിനായിട്ട് ഓടി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്ന ഈ സമയം നമ്മൾ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, സങ്കീർത്തകനിലൂടെ നമ്മോട് പറയുന്നു, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്ക്, ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചുകൊള്ളാം, ഞാൻ നിനക്ക് വേണ്ടി നിന്നെ താങ്ങിക്കൊള്ളുവാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ആ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും അർപ്പിക്കാൻ നമുക്ക് ഒരു മനസ്സ് വേണം. അതിനായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം. അതുപോലെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ കുഞ്ഞു മക്കളെ ഓരോ നിമിഷവും അവരിലേക്ക് ഓതിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലമാണ്. മക്കളെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അതിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും നാം പരിശ്രമിക്കേണ്ട ഒരു കാലത്തിലേക്ക് നാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തകൻ വീണ്ടും പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. അതെ, നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോഴും ഇന്നത്തെ ഹൃദയം നുറുങ്ങി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നാം വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഈശോ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും നമ്മുടെ ചെവികളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും അതിനായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ യേശുവിനോടൊപ്പം സഞ്ചരിച്ച അനേകം സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയുടെ ഒപ്പം എപ്പോഴും സഞ്ചരിച്ചിരുന്നവരാണ് സ്ത്രീകള്. അതുപോലെ പഴയ നിയമത്തിലെ 3-4 പുസ്തകങ്ങൾ തന്നെ ഈ സ്ത്രീകളുടെ പേരിൽ നമുക്ക് കാണുവാനും സാധിക്കും. അതുപോലെ മർത്താ, മറിയം, ഇവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ആ സ്വരം കേൾക്കുവാൻ ദൈവത്തിന്റെ കാൽപാദത്തിങ്കൽ ഇരുന്നു കൊണ്ട് മറിയം പ്രാർത്ഥിച്ചിരുന്നു. യേശുവിന്റെ സ്വരം ശ്രവിച്ചിരുന്നു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും യേശുവിന്റെ സന്നിധിയിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സന്തോഷത്തോടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഓരോ വേദനകളെയും സഹനങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാം ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇന്നത്തെ തലമുറയെയും വരാനിരിക്കുന്ന തലമുറയെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുവ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈശോയെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുമ്പോൾ ആ മക്കളെയെല്ലാം ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുക്കിയ തിരുരക്തത്താൽ ആ മക്കളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. അവരിലെ എല്ലാ തിന്മകളെയും അവരിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ഞാൻ ആ പാട്ടിന്റെ 4 വരി കൂടി പാടുകയാണ് കേട്ടോ. ഭൂലോക പാപഭാരം ചുമലിലേറ്റി ഈശോ ചോര ചിന്തി പെരുവഴിയിൽ നടന്നു നീങ്ങി. ഭൂലോക പാപഭാരം ചുമലിലേറ്റി ഈശോ ചോര ചിന്തി പെരുവഴിയിൽ നടന്നു നീങ്ങി. ആ വഴിയിൽ ധ്യാനലീല കുമ്പിടുന്നു നമ്മൾ യേശുവിന്റെ വിജയത്തിൽ പങ്കുചേരും. ഗാഗുൽത്താമലയേറും തീർത്ഥയാത്രികർ പാപപരിഹാരം തേടി നീങ്ങും ദൈവമക്കൾ നാം.
ദിനം തോറും ജീവിതത്തിൽ കുരിശുപേറാൻ പിന്നിൽ കുരിശിന്റെ ബലിയാലെ ശക്തിയേകണമേ. അപരാധം ചെയ്യുവോരായി സഹചരോടായി എന്നും ക്ഷമിക്കാനും വരം നൽകൂ യേശുനാഥ. ഗാഗുൽത്താമലയേറും തീർത്ഥയാത്രികൾ പാപപരിഹാരം തേടി നീങ്ങും ദൈവമക്കൾ നാം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി ഈ വഴിയെ സ്വന്തം കുരിശുമായി ദൈവപുത്രനെ അനുഗമിച്ചിടാം. താങ്ക് യു.